നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും പുസ്തക പകർച്ചകൾ മാത്രമാണ്. മലയാള സാഹിത്യ ചരിത്രത്തിൽ വായനക്കാരുടെ നെഞ്ചിലേക്ക് ഈ ഒരൊറ്റ വരി കൊണ്ട് തുളച്ചു കയറിയ ബെന്യാമിന്റെ ആടുജീവിതം എന്ന വിഖ്യാത നോവലിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. പ്രവാസത്തിന്റെ കണ്ണീരും ചോരയും അതിലുപരി ഒരു മനുഷ്യന്റെ കഠിനമായ അതിജീവനത്തിന്റെ കരുത്തും ഒരുപോലെ അടയാളപ്പെടുത്തുന്ന ഒരു മഹാകാവ്യമാണിത്. തന്റെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ മരുഭൂമിയിലെ സ്വർണം വിളയിക്കുന്ന നാട്ടിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളുമായി വണ്ടി കയറിയ നജീബ് എന്ന പാവം യുവാവിന്റെ കഥയാണിത്. എന്നാൽ വിധി അവനെ കൊണ്ട് ചെന്നെത്തിച്ചത് നരക തുല്യമായ ഒരു മരുഭൂമിയിലേക്കായിരുന്നു. ക്രൂരനായ അറബിയുടെ ചാട്ടവാർ അടികൾക്ക് മുന്നിൽ ഭാഷയറിയാതെ, കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ നജീബ് ജീവിച്ചു തീർത്തത് തന്റെ ആയുസ്സിന്റെ നല്ലൊരു പങ്കാണ്. ഒരു ഘട്ടത്തിൽ മനുഷ്യരുമായുള്ള സമ്പർക്കം പൂർണ്ണമായി നഷ്ടപ്പെട്ട് താൻ മേയ്ക്കുന്ന ആടുകളിലൊന്നായി നജീബ് സ്വയം മാറിപ്പോകുന്ന ആ അവസ്ഥയുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്വാസം പോലും നിലച്ചു പോകും. പോച്ചട്ടൻ എന്നും ഹക്കീം എന്നും ആടുകൾക്ക് പേരിട്ട് അവയോട് സംസാരിച്ച് ജീവിച്ച നജീബിന്റെ അവസ്ഥ നമ്മുടെ കണ്ണു നിറക്കും. എന്നാൽ ഈ പുസ്തകം തരുന്ന യഥാർത്ഥ പഞ്ച് മറ്റൊന്നാണ്. ഒരു മനുഷ്യന് താങ്ങാനാവുന്നതിനും അപ്പുറമുള്ള ദുരന്തങ്ങൾ ഉണ്ടായിട്ടും അവൻ തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല എന്നതാണ്. തന്റെ ഉള്ളിലെ കനൽ കെടാത്ത ദൈവവിശ്വാസവും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്താനുള്ള കഠിനമായ ആഗ്രഹവും കൊണ്ട് ആ മരുഭൂമിയുടെ അതിരുകളെ ഭേദിച്ച് നജീബ് ജീവനോടെ രക്ഷപ്പെടുകയാണ്. മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ ഏത് വലിയ മരുഭൂമിയും വൈമാറും എന്ന വലിയൊരു തിരിച്ചറിവാണ് ഈ പുസ്തകം. തോറ്റുപോയി എന്ന് കരുതി ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്നവർക്ക് മുന്നിൽ ജീവിക്കാനുള്ള വലിയ ഉത്തേജക മരുന്നാണ് ബെന്യാമിന്റെ ആടുജീവിതം. മലയാളിയായി ജനിച്ച ഒരാൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം കൂടിയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.